വീണ്ടും നിപ ഭീതിയിലേക്ക് അമരുകയാണ് കേരളം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച മലപ്പുറം സ്വദേശിക്കും നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച മങ്കട സ്വദേശി 18 വയസ്സുകാരിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് മുഴുവൻ പേരും. 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി യോഗം ചേർന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, മലബാറിൽ വലിയ ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. 3 ജില്ലകളിൽ കർശനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യവുമുണ്ട്. വിവരങ്ങൾ. നീലിമ, സംസ്ഥാനത്ത് 8ാം തവണയാണ് വീണ്ടും നിപ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കനത്ത ആശങ്കയിൽ കൂടിയാണ് മലബാർ ഉൾപ്പെടെയുള്ള ജില്ലകൾ കടന്നുപോകുന്നത്. നേരത്തെ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് നിപ ബാധിച്ചതിരുന്നെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കൂടി പുതിയതായി നിപ രോഗം സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലക്കാരിയായിട്ടുള്ള നാട്ടികൽ സ്വദേശി 38 വയസ്സുള്ള വ്യക്തിക്കാണ് ഇപ്പോൾ നിപ പോസിറ്റീവായിട്ടുള്ളത്. അവരിപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ക്ലിനിക്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണെന്ന വിവരമാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്നത്. ആകെ സംസ്ഥാനത്ത് 3 ജില്ലകളിലായിട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായിട്ട് 345 പേർ പ്രാഥമികമായ സമ്പർക്ക പട്ടികയിലുണ്ട്. അതിൽ മലപ്പുറത്ത് 211 പേർ, പാലക്കാട് 91 പേർ, കോഴിക്കോട് 43 പേർ എന്നിങ്ങനെയാണ് കണക്ക്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളും ആരോഗ്യ പ്രവർത്തകരാണ്. കുറച്ചുകൂടി ആളുകളുടെ എണ്ണം നീളാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ പാലക്കാട് ജില്ലയിലെ രോഗം ബാധിച്ച ആളുമായി ബന്ധപ്പെട്ട റൂട്ട് മാപ്പ് ആരോഗ്യ വകുപ്പ് അധികൃതർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് നാട്ടികൽ പ്രദേശത്തിന് ചുറ്റുമുള്ള, അതായത് ഈ രോഗം സ്ഥിരീകരിച്ച 38കാരിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പഞ്ചായത്തുകളിലെ 6 വാർഡുകളിലായിട്ടാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പുറം മങ്കട സ്വദേശിയായിട്ടുള്ള 18കാരിക്കും നിപ പോസിറ്റീവ് ആയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ 2 പേർക്കും നിപയുടെ സംശയമുണ്ടായതിനെ തുടർന്ന് ഇവരുടെ സ്രവങ്ങൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു. അതിന്റെ ഫലം വന്ന സമയത്താണ് 2 പേർക്കും നിപ പോസിറ്റീവാണ് എന്ന് വിവരം ലഭിക്കുന്നത്. മലപ്പുറം മങ്കട സ്വദേശിയായിട്ടുള്ള 18കാരി ജൂലൈ 1 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചതാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ചികിത്സയിലിരിക്കുമ്പോൾ തന്നെ നിപ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട 345 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ നിപ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 345 പേർ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറത്ത് 211, പാലക്കാട് 91, കോഴിക്കോട് 43 എന്നിങ്ങനെയാണ് കണക്ക്. എല്ലാ ആളുകളോടും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആരോഗ്യവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെടണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകളുടെ റൂട്ട് മാപ്പ് കൂടി, അല്ലെങ്കിൽ മറ്റാളുകളുടെ കൂടെ പട്ടിക പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കഴിയുന്ന 345 ആളുകളും ക്വാറന്റൈനിൽ കഴിയുകയാണ്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു ഈ 2 പേരും ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അവിടെ ചികിത്സയിൽ ഇരിക്കുകയാണ് ഇവർക്ക് നിപ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഇവരുടെ സ്രവങ്ങൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിപ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. പാലക്കാട് നാട്ടികൽ സ്വദേശിയായിട്ടുള്ള 38കാരി അവരിപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 1 മരണപ്പെട്ട മലപ്പുറം മങ്കട സ്വദേശിയായിട്ടുള്ള 18കാരി ഇവർക്ക് 2 പേർക്കുമാണ് ഇവരുടെ പരിശോധനാ ഫലം ആണ് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നത്. നീലിമ. ശരി, ഗോകുലാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.